ടിനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പിശാചിൻ്റെ ഭരണത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാധകളെക്കുറിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ അവസാനം നമ്മൾ പറഞ്ഞത് ഓക്സിജൻ ഘനീഭവിക്കും, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. കാറ്റിനെ പിടിക്കുന്ന ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പിന്നീട് ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിലൊരു കുരുത്തോലയുമായി സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ അവർ പറയുന്ന വാക്യങ്ങൾ: മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ 14-ാം വാക്യത്തിലെ യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട്, അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്ക് അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയില്ല, വെയിലോ യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിൻ്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇവിടെ നമ്മൾ കാണുന്നത് പീഡനത്തിൽ കൂടി കടന്നുപോയ സഭയിലുള്ള ആളുകളുടെ ആത്മാക്കളെയാണ്. എണ്ണിക്കൂടാതെ വണ്ണം മഹാപുരുഷാരം, സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകൾ. ഈ ട്രിബുലേഷൻ്റെ ഫസ്റ്റ് ഹാഫിലുള്ള സമയത്താണ് ഇത് നടക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഭൂകമ്പം ഉണ്ടായി, അങ്ങനെയൊക്കെ വരുമ്പോഴേ ഈ നോമിനൽ ആയിട്ട് യേശുവിനെ കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ വേണ്ട രീതിയിൽ ജീവിതം ക്രമീകരിക്കാതെ പോയവർ, കൈവിടപ്പെട്ടു പോയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ ആൻറ്റിക്രൈസ്റ്റ് ഭരണത്തിൽ പലതും തിരിച്ചറിയും. ഇത് അന്തിക്രിസ്തുവാണ് ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവൻ്റെ വിഗ്രഹത്തെയോ, അല്ലെങ്കിൽ അത് വരുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട്, അവൻ്റെ വിഗ്രഹത്തെ അവനെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അവന് കുമ്പിടാതെ ഇരിക്കുകയോ ചെയ്യുന്ന സമയങ്ങളിൽ അവരെയൊക്കെ ഛേദിക്കപ്പെട്ട് കളയും. പല കഷ്ടങ്ങൾ കൂടി കടന്നുപോയി അവരെല്ലാം ഛേദിക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളൊരു ആത്മാക്കളെയാണ് ഇവിടെ കണ്ടത്. അത് വലിയ ഒരു കൂട്ടം, ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം മഹാപുരുഷാരം. ഇതെടുത്തു വെച്ചിട്ടാണ് പലരും പറയുന്നത് ട്രിബുലേഷനിൽ കൂടി സഭ കടന്നു പോകും എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് ആളുകൾ എടുത്തു വെച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ഭാവമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് കാന്തയുടെ ഒരു എഫക്റ്റ് അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. നേരത്തെ നമ്മൾ പറഞ്ഞു കാന്ത ആരാണ് എന്ന്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് കാന്ത. അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എടുക്കേണ്ട തീരുമാനങ്ങളാണ് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കേണ്ടത്. എന്നാൽ കൃപായുഗം കഴിഞ്ഞു, എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതശൈലി കൊണ്ടോ അവർ വേണ്ട രീതിയിൽ കർത്താവിനെ അറിയാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള വിശുദ്ധിയിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാതിരുന്നത് കൊണ്ടോ അവർ കൈവിടപ്പെട്ടു പോയി എന്ന് കാണാം. എന്നാൽ ദൈവം തന്നെ മഹാകൃപയിലെ, അല്ലെങ്കിൽ ദൈവം എപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചാണ്, അർമദോൻ യുദ്ധത്തിന് മുമ്പ് വരെ മനുഷ്യരെ ദൈവം വീണ്ടെടുത്തുകൊണ്ടേയിരിക്കുകയാണ് പല സമയങ്ങളിൽ, യഹൂദന്മാരെയും പ്രത്യേകിച്ച്. അതുകൊണ്ട് ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നതിനാൽ മനുഷ്യരെ എപ്പോഴും വീണ്ടെടുക്കാനായിട്ടുള്ള താല്പര്യമുണ്ട്. ഈവന് അന്ത്യന്യായവിധിയിൽ പോലും, നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാവും, അന്ത്യന്യായവിധിയിൽ പോലും അവിടെ പുസ്തകങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അവർ ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണം അവർക്ക് പ്രതിഫലം കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് ചിലരെ ദൈവത്തിന് അവിടെ എടുക്കാനായിട്ട് സാക്ഷികളായിട്ടുള്ള ആകാശത്തെയും ഭൂമിയെയും വിളിച്ചിട്ട് സാക്ഷികളായിട്ട് വിളിച്ച് എടുത്തു കഴിയുമ്പോഴേ ഒരു രീതി പറഞ്ഞാൽ കമ്പ്യൂട്ടറൽ പ്രോഗ്രാമിംഗ് കൂടി എല്ലാം കണ്ടു കഴിയുമ്പോഴേ ദൈവം അവിടെയും കരുണ കാണിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ അന്ത്യന്യായവിധിയിൽ നമുക്ക് മനസ്സിലാവുന്നു. എത്ര കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം തൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുകയില്ല.
മനുഷ്യൻ അധംപതിച്ച് തെറ്റ് ചെയ്തു പോയെങ്കിലും അവനോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണാം. വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയെ പിടിച്ച്, അന്നേരം അതിനകത്ത് ചോദ്യത്തിന് ഇവരാരെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അവരുടെ അവസാനത്തുള്ള വാക്യം 17-ാം വാക്യത്തിൽ പറയുന്നത്, കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. മഹത്വപരമായിട്ടുള്ളൊരു ശരീരം വന്ന് മഹത്വ പ്രത്യക്ഷതയിലേക്ക് നമ്മളായി കഴിയുമ്പോൾ നമ്മുടെ കണ്ണുനീരെങ്ങനെയാണ് ദൈവം തുടയ്ക്കുന്നത്? നമുക്കെങ്ങനെയാണ് കണ്ണുനീര് വരുന്നത്? കാന്ത എപ്പോഴും ദൈവത്തോട് യേശുവിനോട് കൂടെ ആയിരിക്കും. യേശു പോകുന്ന വഴിയിലെല്ലാം കാന്ത കൂടെ കാണും. കാരണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, തല ആയിട്ടുള്ള കർത്താവ്, ശരീരമാകുന്ന സഭ, അതാണ് കാന്ത. അത് ഈ ശരീരം ഇല്ലാതെ തല മാത്രം പോകത്തില്ലല്ലോ. അത് ലോജിക്കായിട്ട് നമ്മൾ ചിന്തിച്ചാലേ, ദൈവം മനുഷ്യനോട് എപ്പോഴും ചേർന്ന് വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ എപ്പോഴും കർത്താവ് കൂടെ കരുതും. അത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഇവരെ കാണുന്നത് കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവിലേക്ക് നടത്തും. നമ്മൾ അവിടെ ആ സമയത്ത് ആ ട്രിബുലേഷനിൽ കൂടി കടന്നുപോയ സഭ, അവരെയും കർത്താവ് വീണ്ടെടുക്കുകയാണ്. വീണ്ടെടുക്കുന്നവരുടെ ആത്മാക്കൾ, അവരെയാണ് കണ്ടത്. അവരെ ദൈവം നിത്യതയിലേക്ക് വരുമ്പോഴേ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞ് അവരെ കൊണ്ടുവരുന്നു എന്ന് നമ്മളെ കാണുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ സ്റ്റാറ്റസാണ്. അവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ കുഞ്ഞാടിന് ആടിനെ പോലെയുള്ള ഒരു സ്റ്റാറ്റസാണ്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും തിരഞ്ഞു കൊണ്ടുവരുന്ന ദൈവം. കാന്ത അങ്ങനെയല്ല, മണവാട്ടിയാണ്, എപ്പോഴും കർത്താവിനോട് കൂടെ കാണുന്നു. അവരുടെ റൈറ്റും പദവിയും വ്യത്യാസമാണ്. എന്നാൽ ആടിനെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീര് തുടച്ച് അവരെ വീണ്ടും ആ പ്രത്യാശയിലേക്ക് നടത്തുന്ന ദൈവം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമ്മളെ കാന്തയായിട്ട് തന്നെ ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്ന കർത്താവിൻ്റെ രഹസ്യവരവെങ്കിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണം എന്ന് പറയുന്നത്. പിന്നീട് ഒരു ട്രിബുലേഷനിൽ കൂടി കടന്നു പോയിട്ട് പിന്നീട് വീണ്ടെടുത്ത് കൊണ്ടുവരുന്നവരാകരുത്. ആ കഷ്ടതയിൽ കൂടി കടന്നു പോകാതിരിപ്പാൻ നമ്മളെ ദൈവം വില കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുകയാണ്. എന്നാൽ എനിക്കത് വേണ്ട, എനിക്കിതാണ് ഇഷ്ടം, ഞാൻ ലോകമയമായിട്ട് അങ്ങ് ജീവിച്ചോളാം, നിങ്ങളിതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, കർത്താവ് എന്നെന്ന് വരും, കർത്താവൊന്നും അങ്ങനെയൊന്നും ഇപ്പോഴൊന്നും വരത്തില്ല എന്നൊക്കെ ചിന്തിച്ച് ലോകത്തിൻ്റെ മോഹങ്ങൾ കുടുങ്ങിപ്പോയി അവർക്ക് ആ ദിവസം ഒരു കെണിയായി തീരുന്നു എന്ന് പറഞ്ഞതുപോലെ അതൊരു കെണിയായി ഭവിച്ചാലേ അവസാനം എന്താണ് ഇവിടെ കാണുന്ന അവരുടെ ആത്മാക്കളെ കണ്ടു, അനേകം ആളുകൾ ആത്മാക്കളെ കണ്ടു എന്ന് പറഞ്ഞ് ഈ ട്രിബുലേഷനിൽ കൂടി കടന്നു പോകേണ്ട ഒരു സ്റ്റേജിലേക്ക് വരും. അതുകൊണ്ട് അവർ കുഞ്ഞാടിൻ്റെ കൂടെ മണവാട്ടി എന്നുള്ളതിന് പകരമായിട്ട് കാന്തയുടെ പൊസിഷനിൽ നിന്ന് മാറി ഒരു ആടിൻ്റെ പൊസിഷനിൽ വരും. അതാണ് ഇവിടെ പറയുന്നത്, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. ഈ 7-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞാനത് റെഫറൻസായിട്ട് പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ഏത് രീതിയിലാണെന്ന് ശോധന ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ജാതികളിൽ നിന്നും അനേകം ആളുകളെ വേർതിരിക്കുന്നു. ആ ദൈവം എപ്പോഴും കരുണ കാണിക്കുന്ന ദൈവമാണ്, എപ്പോഴും ദൈവം ദയ കാണിക്കുന്ന ദൈവമാണ്. നമ്മളെല്ലാവരെയും വീണ്ടെടുക്കാനായിട്ട് ദൈവത്തിന് താല്പര്യമുണ്ട്. അത് എറ്റേണിറ്റി വരെ ദൈവം നിത്യത ആരംഭിക്കുന്നത് വരെയും ദൈവം അത് തുറന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് നമ്മൾ മറന്നുപോയി. നമ്മൾ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി എന്ന് പറയുന്നു. ഇനി വരുന്ന ഭൂമിക്ക് വരുന്ന പ്രയാസങ്ങൾ ഓർത്ത് ഉള്ളൊരു മൗനതയാണ് അവിടെ കണ്ടത്. 5-ാം വാക്യത്തിലെ ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിൻ്റെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. നേരത്തെ പറഞ്ഞ പോലുള്ള തുടർ നടപടികളാണ്. 8-ാം അധ്യായത്തിന് 1-ലെ തുടർ നടപടികളെ നടക്കുവാനായിട്ട് അവർ പ്ലാൻ ഇടുന്നു. 5-ാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് ആകാശത്ത് നിന്ന് ഹൈ ഇലക്ട്രിക് വോൾട്ടേജ്
ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആക്സിഡൻസ്, ഭൂമി കുലുക്കം, ഇതൊക്കെ ഭൂമിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. 8:7 അടുത്ത ബാധയെക്കുറിച്ച് പറയുന്നു. അടുത്ത ബാധ ഇവിടെ കാണുന്നത്, അപ്പോൾ രക്തവും ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങൾ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി എന്ന് കാണും. ഓരോ കാഹളം ഊതുന്ന സമയത്ത് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1/3 വെന്തു പോകുന്നത് ഒരു കെമിക്കൽ ആക്ഷനാണ് ശരിക്കും. എന്നുവെച്ചാൽ ഗ്രീനറി മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അയ്യോ, 1:15 ഇങ്ങനെ പറയുന്നത്, ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തൻ്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു എന്ന് പറഞ്ഞിട്ട് 18-ാം വാക്യത്തിലെ മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു, കന്നുകാലികൾ മേച്ചിലില്ലായി കൊണ്ട് ബുദ്ധിമുട്ടുന്നു. ഇതേ കാര്യമാണ് പറയുന്നത്. ഗ്രീനറി ഒന്നുമില്ലാതെ വയലിലെ മൃഗങ്ങൾ വയലിലേക്ക് നോക്കി കരയുന്നു എന്നുള്ള ഒരു ചിന്ത. വെളിപ്പാട് പുസ്തകത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 8:7 നമ്മൾ വായിച്ച ഇങ്ങനെയാണ്, രക്തം കലർന്ന കൽമഴ. രക്തം കലർന്ന മഴ വരുന്നത് തന്നെ നേരത്തെ പറഞ്ഞാണ്, ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അത് അന്തരീക്ഷവുമായിട്ട് ഘർഷണമുണ്ടായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസുകൾ മഴ പെയ്യുമ്പോൾ രക്തവർണ്ണത്തിൽ താഴേക്ക് വരുന്നതായിട്ട് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. രക്തം കലർന്ന മഴ ഉണ്ടായത് നമുക്കറിയാം. പത്തനംതിട്ട ഭാഗത്തുമൊക്കെ അനേക വർഷങ്ങൾക്ക് മുമ്പ് രക്തം കലർന്ന മഴ പെയ്തതൊക്കെ നമുക്കറിയാം. അത് ഒന്ന്. രണ്ടാമത് തീ ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ വന്നിട്ട് അത് കത്തിപ്പോകുന്നതായിട്ടും എല്ലാ പച്ചപ്പുല്ലുകളും വെന്തു പോകുന്നതായിട്ട് കാണുന്നു. ഇനിയും അടുത്ത ഒരു ബാധയെന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ദൂതൻ ഊതി 8-ാം വാക്യത്തിൽ, അപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടൽ 1/3 രക്തമായി തീർന്നു. ഈ കടൽ എന്ന് പറയുന്നത് ചിലർ പറയുന്നു, അത് അത്ര ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ചിലർ പറയുന്നത് അത് മെഡിറ്ററേനിയൻ കടലിനെയാണ് പറയുന്നത് എന്ന് പറയുന്നു. ഇത് രക്തമായി തീരും. എങ്ങനെയാണ് രക്തമായി തീരുന്നത്? തീ കത്തുന്ന വൻമല പോലെ സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടൽ 1/3 രക്തമായി തീരും. കടൽ കത്തുന്നതിൻ്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും കൂടി കത്തിക്കഴിഞ്ഞാൽ കടൽ കത്തുന്നത് നമ്മൾ ഗൾഫ് മേഖലയിലെ 2007 കടൽ കത്തിയതിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. എന്നാൽ ഇവിടെ കടൽ രക്തമായി തീരുന്നു എന്ന് നമ്മൾ കാണുന്നു. ഫറവോൻ്റെ സമയത്ത് മോശ ഇതേപോലെ ഈജിപ്തിലെ പുഴയിലെ വെള്ളം രക്തമാക്കി ഒരു ബാധ അയച്ചത് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. അന്നേരം ഒരിക്കലത് ആയിട്ടുണ്ടെങ്കിൽ ഇനി ആകാൻ പറ്റും. വെള്ളം രക്തമായി തീരുകയും കടൽ രക്തമായി തീരുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധ്യമാകും എന്ന് നമ്മൾ മറന്നു പോകരുത്. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികൾ 1/3 ചത്തുപോയി, കപ്പലുകളിലും 1/3 ഛേദം വന്നു. അപ്പോൾ അവിടെ കാണുന്നത് രക്തമായി കഴിയുമ്പോൾ കടലിലെ ജീവികളൊക്കെ ചാവും. അതുകൂടാതെ തന്നെ ഈ വലിയ ഭൂകമ്പവും അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോഴേ കപ്പൽ ഛേദം ധാരാളം സംഭവിക്കും. ഇതും ഒരു ബാധയായിട്ട് നമ്മൾ കാണുക, ഈ ഭൂമിയിലുണ്ടാകുന്ന ബാധ. അപ്പോൾ എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് ഞാനിത് ഇവിടെ നിർത്തുകയാണ്. ഇന്ന് പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം, ഭൂമിയിലേക്ക് വലിയ ബാധകളെ, തുടർ നടപടികളെ ദൈവം വീണ്ടും ആരംഭിച്ചു. അതനുസരിച്ച് ഹൈ ഇലക്ട്രിക് വോൾട്ടേജ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമി കുലുക്കം ഉണ്ടാകുന്നു. അതുപോലെ കെമിക്കൽ ആക്ഷൻ വന്നിട്ട് ഭൂമിയുടെ 1/3 വെന്തു പോകുന്നു. അതുപോലെ വെള്ളം രക്തമായി തീരുന്നു. ബ്ലഡ് റെയിൻ വേണമെങ്കിൽ പറയാം, അത് വന്നിട്ട് അതായിത്തീരുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഇതൊക്കെ ആൻറ്റിക്രൈസ്റ്റ് ഭരണത്തിൻ്റെ സമയത്തുണ്ടാകുന്നതാണ്. നേരത്തെ ആദ്യം പറഞ്ഞ് ഞാൻ, നമ്മുടെ റൈറ്റ് കാന്തയാണ്,
നമ്മൾ അവസാനം ട്രിബുലേഷനിൽ കൂടി കടന്നു പോകുന്ന ആടുകളെ പോലെ ആയിത്തീരരുത്. നമ്മുടെ റൈറ്റ് കാന്തയാണ് എപ്പോഴും യേശുവിനോടൊപ്പമായിരിക്കുന്ന കാന്ത. ചില ആൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഉയരത്തിൽ എടുക്കപ്പെട്ടു കഴിഞ്ഞ് ഉയരത്തിലാണ്, ഇങ്ങോട്ട് പിന്നെ വരത്തില്ല. ഞാൻ അങ്ങനെ ഉള്ളൊരു പഠിപ്പിക്കലല്ല ശരി. യേശു പോകുന്നിടത്തെല്ലാം നമ്മളും കാണും. കാരണം യേശുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് നമ്മൾ വരുന്നത്. നമുക്കൊരുപാട് റൈറ്റും പ്രിവിലേജസും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ പ്രതിഫലം നമുക്ക് പങ്കിടുന്നതിനെക്കുറിച്ച് പറയുമ്പോഴതിനെക്കുറിച്ച് പറയാം. നമുക്കുള്ള റൈറ്റ്സും പ്രിവിലേജസും ഒക്കെ എന്താണ്. തീർച്ചയായും ദൈവം ഈ ചിന്തകൾ നമ്മൾ ഈ നാളിൽ ഭരിക്കട്ടെ. നമ്മൾ കർത്താവിനോട് കൂടെ എപ്പോഴും ആയിരിക്കുന്ന ആ വലിയ അവസ്ഥയിലായിരിക്കാനായിട്ട് ദൈവം നമ്മളെ ഇടവരുത്തട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ വഴികളിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് സ്ലൈഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ദൈവസേനയിലേക്ക് വീണ്ടും സമർപ്പിച്ച് തിരിച്ചു വന്ന് അവൻ്റെ കാന്തയായി ജീവിക്കാനായി തീരുമാനമെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളിലിരിക്കുന്ന, വേദനകളിലിരിക്കുന്നവരെ ഞങ്ങൾ ഈ തണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടിട്ട് കർത്താവെ അടുത്ത മുമ്പോട്ടുള്ള പ്രയാണം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളെ കർത്താവെ അത് കാണുന്നു. ചില കുടുംബങ്ങളിലെ കർത്താവെ സമാധാനമില്ല, നീ സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില മദ്യപാനത്തിൻ്റെ അടിമയായിട്ടിരിക്കുന്ന വ്യക്തികൾ കർത്താവെ, ഭാര്യമാർ കർത്താവെ അത് കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ കുടുംബങ്ങൾക്ക് കർത്താവെ ഈ ദിവസങ്ങളിലെ വലിയ വിടുതൽ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക ശക്തികളെയും ഞങ്ങളെ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിലെ കർത്താവെ തടസ്സപ്പെടുത്തുന്ന ആത്മാവുകളെ നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്നേഹത്തോട് സന്തോഷത്തോട് വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത വ്യക്തികൾക്ക് ജോലി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക പീഡനത്തിൽ കൂടി പോകുന്നവരെ അതിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ആ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ കാലിന് നീര് വന്നിരിക്കുകയും നടക്കാനായിട്ട് പ്രയാസമുള്ള ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം നീ വിടുവിക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഈ ദിവസങ്ങളിലെ ആ വലിയ വിടുതൽ നീ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.